Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് മാത്തമാറ്റിക്സ് പഠിച്ചാലോ? കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ലാഭവും നഷ്ടത്തെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ഇന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്, പലിശയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. We deposit money in the bank to earn interest. A bank deposit will earn interest because the bank is paying for the use of the deposit fund. The money which the bank pay for the use of deposit fund is called interest. We deposit money in the bank to earn interest. നമ്മൾ എല്ലാവരും ബാങ്കിൽ പണം നിക്ഷേപിക്കാറില്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? We deposit money in the bank to earn interest. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പലിശ കിട്ടാൻ വേണ്ടിയാണല്ലേ? A bank deposit will earn interest because the bank is paying for the use of the deposit fund. A bank deposit will earn interest because bank is paying for the use of the deposit fund. The money which the bank pay for the use of deposit fund is called interest. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു തുകയ്ക്ക് ബാങ്ക് നമുക്ക് ആ ഡെപ്പോസിറ്റ് ഫണ്ടിന് നമുക്ക് ബാങ്ക് നൽകുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. The amount deposited in the bank is called the principal. The bank calculates simple interest on this principal amount. Similarly, when we borrow funds from a person or from a bank, we pay interest on the money borrowed. Interest is calculated on the principal amount borrowed. The amount deposited in the bank is called the principal. നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു തുക, നമ്മൾ നിക്ഷേപിക്കുന്ന തുകയെ പറയുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതായത് മുതലെന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിൽ ഒരു തുക നിക്ഷേപിക്കണം, ആ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ആണ്, മുതലാണ് അല്ലേ? നമ്മളാണ് ഇത് നിക്ഷേപിക്കുന്നത്. The bank calculated simple interest on this principal amount. നമ്മൾ നിക്ഷേപിച്ച ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിലാണ് ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Similarly, when we borrow fund from a person or from a bank, we pay interest on the money borrowed. Interest is calculated on the principal amount borrowed. അപ്പൊ നമ്മള് ഫണ്ട് ഒരു പേഴ്സണിൽ നിന്നോ അതും അല്ലെങ്കിൽ ഇതാണ് ബാങ്കിൽ നിന്നോ ഒക്കെ കടം വാങ്ങുമ്പോൾ നമ്മള് എന്താണ് കുറച്ച് പണം ഒരു വ്യക്തിയിൽ നിന്നോ അതുമല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ കടം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മള് ആ തുകയ്ക്കുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ? പലിശ കൊടുക്കണം. ഒരു വ്യക്തിയിൽ നിന്നായാലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നായാലും നമ്മള് പണം കടം വാങ്ങുമ്പോൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. Interest is calculated on the principal amount borrowed. നമ്മൾ വാങ്ങിയ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ബേസിലായിരിക്കും ആ ഒരു കടം വാങ്ങിയ ആ തുകയുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വാങ്ങിയ തുകയുടെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Interest rates are expressed in percentage. Therefore, amount is equal to principal plus interest. Rate of interest. ഇനി എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. The rate at which the bank pay for the use of the deposit fund is called rate of interest. It is charged on the basis of per annum. The interest rate varies from bank to bank. എന്താണ്? നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് ഫണ്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ബാങ്ക് നൽകുന്ന ഒരു തുകയാണ് എന്ന് പറയാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മള് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് ഫണ്ടിന് എന്താണ് അത് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ബാങ്ക് നൽകുന്ന തുകയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ചാർജ് ചെയ്യുന്നത് ഒരു വർഷത്തേക്കായിരിക്കും. The interest rate varies from bank to bank. ഓരോ ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലോട്ട് എത്തുമ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. വ്യത്യാസം ഡിഫറൻസ് ഉണ്ടാവും. To calculate interest, we need 3 components. നമുക്കാണെങ്കിൽ ഇപ്പം ഇൻട്രസ്റ്റ് പലിശ
എന്താണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പലിശ കണക്കാക്കാൻ എന്ത് വേണം? 3 കമ്പോണൻസ് ആവശ്യമാണ്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ് റേറ്റ്, പീരീഡ് ഓഫ് ടൈം ഫോർ വിച്ച് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ്. ഫസ്റ്റ് വൺ എന്താണ്? പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ എന്താ? പി. സെക്കൻഡ് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? 6. പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ നമുക്ക് പി എന്ന ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 6 പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാം. മൂന്നാമത്തെ കമ്പോണന്റ് എന്താണ്? പീരീഡ് ഓഫ് ടൈം ഫോർ വിച്ച് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പണം നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു ടൈം, ആ ടൈം പീരീഡ് എന്താണ്? അതാണ് ഏത് അക്ഷര ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്? ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. The formula for calculating simple interest is, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പ്രിൻസിപ്പൽ ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ് ബൈ 100. എന്താണ്? എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പ്രിൻസിപ്പൽ ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ് ബൈ 100. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ഇൻറ്റു ടി ഇൻറ്റു ആർ ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രിൻസിപ്പൽ ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ്. അതായത് നമ്മൾ നിശ്ചയിച്ച തുക ഗുണനം ടൈം. നമ്മൾ എത്ര വർഷത്തേക്കാണ് ആ ഒരു എന്താണ് തുക നിക്ഷേപിച്ചിട്ടുള്ളത് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. Find the simple interest on 500 at a 10% per annum for 3 years. Here principal എത്രയാണ്? ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 500. ഇവിടെ പി എത്രയാണ് തന്നിരിക്കുന്നത്? 500. ഒന്നുകൂടി പറയാൻ ക്വസ്റ്റ്യൻ. Find the simple interest on 500 at a 10% per annum for 3 years. ഇവിടെ 3 വർഷ കാലയളവിലേക്ക് 10% എന്ന നിരക്കിൽ 500 രൂപ നിക്ഷേപിക്കുന്നു. ഇപ്പോഴത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 500. അതായത് പി എന്ന് വെച്ചാൽ എത്രയാണ്? 500. എത്ര വർഷത്തേക്കാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്? 3 years. 3 വർഷം അല്ലേ? അപ്പൊ ടി എത്രയാണ്? 3 years. അടുത്ത എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? എത്ര ശതമാനം നിരക്കിലാണ് കിട്ടുന്നത്? 10. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10. ആർക്കാണ്? 10. ഒന്നുകൂടി പറയാം. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 500 at 10% per annum for 3 years. 3 വർഷ കാലയളവിലേക്ക് 10% നിരക്കിൽ 500 രൂപ നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? പി എത്ര? 500. എത്ര വർഷത്തേക്കാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്? 3 years. പി അപ്പൊ എത്ര? 3. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് പലിശ നിരക്ക്? എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി എത്ര? 500 ഇൻറ്റു ടി. ടി എത്രയാണ്? 3 ഇൻറ്റു ആർ എത്രയാണ്? 10 ബൈ 100. ഇവിടെ നോക്കിക്കേ. ഇവിടെ ഡബിൾ 0 ഉണ്ട്, ഇവിടെ ഡബിൾ 0 ഉണ്ട് അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. 2 0 എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിപ്പോവല്ലേ? ഇപ്പൊ എത്ര വന്ന്? ഇവിടെ 1 വന്ന്, ഇവിടെ 5 3 ഇൻറ്റു 10 വന്നില്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 3 എത്രയാണ്? 5 ഇൻറ്റു 3 15. 5 3 ആണ് എത്ര? 15. 15 ഇൻറ്റു 10 എത്രയാണ്? നമുക്കൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. 15 ഇൻറ്റു 10. 5 0 ഇൻറ്റു 0 എത്ര? 0. 1 ഇൻറ്റു 0 എത്ര? 0. 1 5 5. 1 ഇൻറ്റു 1 എത്ര? 1. കൂട്ടം എത്ര കിട്ടി? 150. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 150. അപ്പൊ എത്രയാണ് ആൻസർ? 150. ആൻസർ എത്ര കിട്ടി? 150.
ഒന്നുകൂടി പറയാം. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 500 ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 years ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10 ആണ് അല്ലേ? ഈ P ഇൻറ്റു T ഇൻറ്റു R 500 ഇൻറ്റു 3 ഇൻറ്റു 10 ബൈ 100. ഇവിടെ കോമൺ ആയിട്ട് 2 സീറോ ഉണ്ട്. 2 സീറോയെ നമ്മൾ എന്ത് ചെയ്ത് വെട്ടി. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 3 ഉണ്ട്, 10 ഉണ്ട്. 5 ഉം 3 കൂടി മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എത്ര കിട്ടി? 5 ഇൻറ്റു 3 എത്ര? 15 കിട്ടി. 15 ഇൻറ്റു 10 എത്ര കിട്ടി? നമ്മൾ ചെയ്ത് നോക്കിയപ്പോ 150 കിട്ടി. അപ്പൊ ആൻസർ എത്രയാണ്? 150. Example 2. Find the simple interest and the amount on 1000 and 200 at a 5% per annum for 2 years. Find the simple interest and the amount on 1000 and 200 at a 5% per annum for 2 years. 2 വർഷ കാലയളവിലേക്ക് 5% നിരക്കില് 1200 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു. അപ്പൊ കിട്ടുന്ന പലിശ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Find the simple interest and the amount on 1000 and 200 at a 5% per annum for 2 years. ഇവിടെ എമൗണ്ട് എത്രയാണ്? P ഇവിടെ എത്രയാണ്? P എന്ന് പറയുന്നത് 1000 and 200. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1000 and 200. ഇവിടുത്തെ ടൈം എത്രയാണ്? ഇവിടുത്തെ ടൈം 2 years. എത്ര വർഷം കാലയളവിലേക്കാണ് നിക്ഷേപിക്കുന്നത്? 2 വർഷ കാലയളവിലേക്കാണ് നിക്ഷേപിക്കുന്നത് അല്ലേ? ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 5%. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നതിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നത്? പ്രിൻസിപ്പൽ ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ് ബൈ 100. എങ്ങനെയാണ് കാണുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ പറഞ്ഞ എല്ലാവരും ഒന്ന്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറ. P ഇൻറ്റു T ഇൻറ്റു R ബൈ 100. ഇവിടെ P എത്രയാണ്? 1000 and 200. T എത്രയാണ്? എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്? 2 വർഷം അല്ലേ? 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5 ബൈ 100. നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് 0 വന്നിട്ടില്ലേ? 2 സീറോ വന്നിട്ടില്ലേ? ഈ 2 സീറോയെ നമ്മൾ എന്ത് ചെയ്യുന്ന? വെട്ടുന്ന. പിന്നെ ഇവിടെ എത്ര ഉള്ളൂ? 1 ഉള്ളൂ ഇല്ലേ? ഇവിടെ പിന്നെ എത്രയൊക്കെ ഉണ്ട്? 12 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. നമുക്ക് 12 ഉം 2 ഉം കൂടി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. 12 ഉം 2 ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 12 ഇൻറ്റു 12 ഇൻറ്റു 2. 12 ഇൻറ്റു 2 എത്രയാണ്? 12 ഇൻറ്റു 2 2 സാർ എത്ര? 2 2 സാർ 4. 1 2 സാർ എത്രയാണ്? 1 2 സാർ 2. നമുക്ക് എത്ര കിട്ടി? 24 കിട്ടിയില്ലേ? 12 ഉം 2 ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എത്ര കിട്ടി? 24 കിട്ടി. ഈ 24ന്റെ കൂടെ ഈ 5 ഉം കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. 24 ഇൻറ്റു 5. 4 5 സാർ എത്രയാണ്? 20. 0 എഴുതി 2 റിമൈൻഡർ. 5 2 സാർ എത്രയാണ്? 5 2 സാർ എത്രയാണ്? 10. 5 2 സാർ എത്രയാണ്? 10. 2 റിമൈൻഡർ കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 12 എന്ന് വരും അല്ലേ? ആൻസർ എത്ര കിട്ടി? 120. 120 എന്ന് ആൻസർ കിട്ടി അല്ലേ? ഒന്നും കൂടി പറഞ്ഞുതരാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ P ഇൻറ്റു T ഇൻറ്റു R ബൈ 100. ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്? 1000. 1000 and 200 ഇൻറ്റു 2 ഇൻറ്റു 5 ബൈ 100. ഇവിടെ കോമൺ ആയിട്ടുള്ള 2 സീറോയും വെട്ടിപ്പോകുന്നു. 12 ഉം 2 ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എത്ര കിട്ടി? 24 എന്ന് കിട്ടി. ഈ 24നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ഇനി ഈ സിമ്പിൾ ഇൻട്രസ്റ്റും അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം. നമുക്ക് കൂട്ടി നോക്കാം. എമൗണ്ട് എങ്ങനെ കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടും? എമൗണ്ട് കിട്ടും അല്ലേ? എമൗണ്ട് എങ്ങനെ കിട്ടുന്നത്? പ്രിൻസിപ്പളും അതുപോലെ ഇൻട്രസ്റ്റും കൂടി കൂട്ടണം. ഇവിടെ പ്രിൻസിപ്പൽ എത്രയാണ്?
പ്രിൻസിപ്പൽ എമൗണ്ട് 1200 പ്ലസ് നമുക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് 120. നമുക്കൊന്ന് ആഡ് ചെയ്യാം 1200 പ്ലസ് 120. 0 0 കൂട്ടുമ്പോൾ 0, 2 0 കൂട്ടുമ്പോൾ എത്ര 2, 2 1 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര 2 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 3 1. നമുക്ക് എത്ര കിട്ടി ആൻസർ എമൗണ്ട് എത്ര കിട്ടി 1320 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ എത്രയാണ് 1320. അടുത്ത് നോക്കിക്കേ എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 194 എടുത്തേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 194 എടുത്തോ. അതിൽ കൊടുത്തിരിക്കുന്ന എക്സസൈസ് 5.4 നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 7,500 for 3.5 years at 6% per annum. 7,500 for 3.5 years at 6% per annum. 7,500 രൂപ 3.5 വർഷത്തേക്ക് 3.5 വർഷത്തേക്ക് 6% പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ എത്ര രൂപയാണ് പലിശ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് P into T into R by 100. ഇവിടെ P എത്രയാണ് തന്നിട്ടുള്ളത്? പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് തുക എത്രയാണ്? 7,500. 7,500 into ഇവിടെ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്? ടൈം എത്രയാണ്? 3.5. എത്ര വർഷത്തേക്കാണ്? 3.5. 3.5 into rate of interest എത്രയാണ്? Rate of interest 6 by 100. ഇവിടെ നോക്കിക്കേ, രണ്ടെടുത്തും 0 ഉണ്ട് അല്ലേ? 2 0 രണ്ടെടുത്തുണ്ട്. നമ്മൾ ചെയ്യാം 0 വെട്ടും. പിന്നെ എത്രയേ ഉള്ളൂ? 75 ഉണ്ട്, 3.5 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ പോയിന്റ് ഉള്ള 3.5നെ 6 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആദ്യം പോയിന്റ് ഇല്ലാതെ വേണം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. 35 into 6 എന്ന് പറഞ്ഞ് വേണം മൾട്ടിപ്പിൾ ചെയ്യാൻ. നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പോയിന്റ് കൊടുക്കാൻ പാടില്ല. 5 6 എത്രയാണ്? 5 6 30. 0 എഴുതി 3 റിമൈൻഡർ. 3 6 എത്രയാണ്? 3 6 18. 3 6 എത്രയാണ്? 3 6 18. 3 6 എത്രയാണ്? 3 6 18. 18ന്റെ കൂടെ ഈ 3 കൂടി കൂടുമ്പോൾ എത്ര കിട്ടും? 21. എത്ര കിട്ടും? 21. 3 6 എത്രയാണ്? 18. 18ന്റെ കൂടെ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 21 കിട്ടി. ഇനി 3.5ന്റെ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 21.0 എന്നല്ലേ? അപ്പൊ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 21 ആണ് കിട്ടിയത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 21നെ 75 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. 75 into 21. 1 5 are 5, 1 7 are 7, 5 2 are 10, 0 എഴുതി 1 remainder. 7 2 are എത്രയാണ്? 7 2 are 14. 1 remainder കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. 5 നമ്മൾ പാസ് ചെയ്തു. 7 0 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടുന്നു. 15 അതുപോലെ എഴുതുന്നു. നമ്മൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നത്? 1575. 1575 ആണ് ആൻസർ. ഒന്നുകൂടി പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നതിന് നമ്മൾ എന്ത് വേണം?
സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് പി ഇൻറ്റു ടി ഇൻറ്റു ആർ ബൈ 100. ഇവിടെ പി എത്രയാണ് 7,500. ഇവിടെ പി എത്രയാണ് 7,500 ഇൻറ്റു ടി എത്രയാണ് 3.5 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 6 ബൈ 100. ഇവിടെ നോക്കിക്കേ രണ്ടടുത്ത് 0 ഉണ്ട് അല്ലേ? ആ 0 രണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെട്ടുന്ന. പിന്നെ എന്ത് ചെയ്യും നമ്മള് 3.5 ഇൻറ്റു 6 ചെയ്തല്ലേ? പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് വേണം? ആദ്യം പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര സ്ഥാനമാണെന്ന് വെച്ചാൽ അത്രയും സ്ഥാനം പോയിന്റ് മാറ്റി ഇടണം അല്ലേ? ഓക്കെ, നമ്മള് 3.5 ഇൻറ്റു 6 ചേർത്ത് എത്ര കിട്ടി? 21 കിട്ടി അല്ലേ? 21 75 കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1575 എന്ന് കിട്ടി അല്ലേ? അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 1575. സി എന്ന് കൊടുത്തിരിക്കുന്ന കണ്ട സി 300 for 5 years at 10% per annum. 300 രൂപ 5 വർഷ കാലയളവിലേക്ക് 10% നിരക്കില് എത്ര പലിശ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എല്ലാവർക്കും പറഞ്ഞേ. പി ഇൻറ്റു ടി ഇൻറ്റു ആർ ബൈ 100. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 300 ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? ടി എത്രയാണ്? 5 years. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ഇവിടെ? 10% ബൈ 100. ഇവിടെ രണ്ടടുത്ത് 0 ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട് ഡബിൾ 0, ഇവിടെ ഉണ്ട് 2 0. എന്ത് ചെയ്യുന്ന? വെട്ടുന്ന. ഇവിടെ പിന്നെ എത്ര ഉള്ളു? 1. ഇവിടെ 3 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. ഇത് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ? 3 5s എത്രയാണ്? 3 5s 15 കിട്ടും. 3 into 5 എത്ര? 15 into 10. നമുക്ക് ചെയ്ത് നോക്കാം. 15 into 10 0 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0. 1 into 0 എത്ര? 0 തന്നെ. 1 5s 5, 1 1s 1. 0 താഴ്ത്തിറക്കുന്നു. 5 150 കിട്ടി. നമുക്ക് ആൻസർ എത്ര കിട്ടി? 150. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 150. നോക്കിക്കേ, ഒന്നും കൂടി പറയാം. പ്രിൻസിപ്പൽ എമൗണ്ട് 300 ഇൻറ്റു ടി ടൈം എത്ര കാലയളവിലേക്കാ? 5 years. 5 into 10. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10 by 100. ഇവിടെ 2 0 ഉണ്ടല്ലേ? രണ്ടടുത്തും 2 0 നമ്മൾ എന്ത് ചെയ്യുന്ന? വെട്ടുന്ന. പിന്നെ എന്ത് ചെയ്ത് 3ഉം 5ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്തു. 3 into 5 എത്ര? 15 കിട്ടി. 15 into 10 എത്രയാണ് കിട്ടിയത്? 15 into 10 ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. നമ്മുടെ ആൻസർ എത്രയാണ്? 150. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ഇപ്പൊ ടീച്ചർ സി ആണ് ചെയ്ത് കാണിച്ചത്. ഈ സെയിം മെത്തേഡിൽ തന്നെ ഹോംവർക്ക് ആയിട്ട് എല്ലാവരും എക്സസൈസ് 5.4 ഡിയും ഇയും ചെയ്യണം. ഡിയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 100 for 1 year at 3% per annum. ഇപ്പൊ ഡിയുടെ ക്വസ്റ്റ്യൻ എന്താണ്? 100 for 1 year at 3% per annum. അത് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്യണം. ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ട അതും എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നോക്കിക്കേ. 1500 for 7 years at 8.5% per annum. അതും എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. ഇനി വേർഡ് പ്രോബ്ലം നോക്കിക്കേ. A bank offer its customer 3% interest on saving accounts. ഒരു ബാങ്ക് എന്ത് ചെയ്ത്? A bank offer its customers 3% interest on saving account. സേവിംഗ് അക്കൗണ്ടില് 3% പലിശ ഒരു ബാങ്ക് ഓഫർ ചെയ്ത്. If a customer deposit 1500 in account, how much interest does the customer earn in 5 years?
ഒരു കസ്റ്റമർ 3% പലിശ നിരക്കിൽ 1500 രൂപ 5 വർഷ കാലയളവിലേക്ക് നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ പറഞ്ഞ എല്ലാവരും. P into T into R by 100. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1500 into T. എത്ര വർഷ കാലയളവിലേക്കാണ് നിക്ഷേപിക്കുന്നത്? 5 years. 5 into R. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ്? 3 by 100. ഇവിടെ നോക്കിക്കേ, രണ്ടിടത്തും 2 0 ഉണ്ട് അല്ലേ? 2 0 നമ്മൾ എന്ത് ചെയ്യുന്ന? വെട്ടുന്ന. ഇനി നോക്കിക്കേ, 15 into 5 into 3. നമുക്ക് നോക്കാം. 15 5 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കാം. 15 into 5. 15 into 5 എത്രയാണ്? 5 5 are 25. 2 remainder. 1 5 are 5. റിമൈൻഡർ 2 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. നമുക്ക് എത്ര കിട്ടി? 75 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 75നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ 75നെ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 75 into 3. 5 3s are എന്താണ്? 5 3s are 15. 5 എഴുതി, 1 റിമൈൻഡർ. 7 3s are എത്രയാണ്? 7 3s are 21. 7 3s are എത്രയാണ്? 21. 1 റിമൈൻഡർ കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 22 കിട്ടും. നമ്മുടെ ആൻസർ എത്രയാണ്? 225. ഒന്നുകൂടി പറയാം. P എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 1500. ടൈം എത്രയാണ്? 5. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 3 by 100. ഇവിടെ 2 0 ഉണ്ട്. 2 നമ്മൾ എന്ത് ചെയ്ത്? വെട്ടി. 15 into 5 എത്രയാണ് ചെയ്തപ്പോൾ കിട്ടിയത്? 75 എന്ന് കിട്ടി. ഈ 75നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 225 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 225. അപ്പൊ ഇന്ന് പഠിപ്പിച്ച മാത്സ് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇത് നമ്മൾ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചാപ്റ്റർ 7 സംവിധാൻ നിർമ്മത ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സസൈസ് കൂടെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 28. പേജ് നമ്പർ 28 നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നിമ്നലിഖിത ശബ്ദോं का अर्थ अंग्रेजों से मेल लीजिए അല്ലേ? അതായത് തന്നിരിക്കുന്ന ഹിന്ദി വേർഡ്സിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതുക. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്തതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ? അതിന്റെ ഹിന്ദി വേർഡ്സും ഇംഗ്ലീഷ് മീനിങ് നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക? അത് പഠിച്ച ആ ഒരു ഓർമ്മയിൽ കണ്ടെഴുതാതെ പഠിച്ച ഓർമ്മയിൽ അത് എന്ത് ചെയ്യുക? അവിടെ ഫില്ല് ചെയ്തേക്കുക. ഓക്കെ. Then next question ഇനി ചെയ്യാനായിട്ടുള്ളത് നിമ്നലിഖിത പ്രശ്നों के उत्तर दीजिए. Answer the following questions. Okay, first question. अंबेडकर का जन्म कब और कहाँ हुआ? അല്ലേ? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനിച്ചത് ഏത് വർഷമാണ്, എവിടെയാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? അംബേദ്കർ का जन्म कब और कहाँ हुआ? ആൻസർ ദാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ അംബേദ്കർ का जन्म എന്നാണ് നമ്മൾ അവിടെ പഠിച്ചു അല്ലേ? 14 अप्रैल सन 1819 में महाराष्ट्र प्रांत के रत्नगिरी जिलों के अम्बवाड़े नगर में हुआ था. अले डॉक्टर बी.आर. अम्बेडकर
1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്. അല്ലെ, മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ അംബവാഡ എന്നുള്ള ഒരു പട്ടണത്തിലാണ് നമ്മളുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അംബേദ്കർ का जन्म कब और कहाँ हुआ? आंसर, डॉक्टर अम्बेडकर का जन्म 14 ഏപ്രിൽ सन 18 अले എന്നാണ് 1819 महाराष्ट्र प्रांत के रत्नगिरी जिलों के अम्बावाड़े नगर में हुआ था. ഡോക്ടർ ബി ആർ അംബേദ്കർ 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ അംബവാഡ, രത്നഗിരി ജില്ലയിലെ അംബവാഡ എന്നുള്ള പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എഴുതിയെടുത്തല്ലോ. Then second question, അംബേദ്കർ का മാതാ പിതാ कौन थे? അല്ലെ, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അല്ലെ അവരുടെ രണ്ടുപേരുടെയും പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? അച്ഛന്റെയും അമ്മയുടെയും പേരെന്താണെന്നാണ് ചോദിച്ചല്ലേ. അപ്പൊ നോക്കിയേ, അംബേദ്കർക്ക് മാതാ ഭീമാഭായി അല്ലെ, അമ്മയുടെ പേര് ഭീമാഭായി എന്നും ഓർ പിതാ രാംജി മാലോജി സക്പാൽ അല്ലെ, അച്ഛന്റെ പേര് രാംജി മാലോജി സക്പാൽ എന്നും ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അംബേദ്കർ के माता पिता कौन थे? आंसर, अम्बेडकर के माता भीमाबाई और पिता रामजी मालोजी सखपाल थे. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അംബേദ്കർ की പ്രാരംഭിക ശിക്ഷ कहाँ हुई? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അല്ലെ, അദ്ദേഹം വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ആൻസർ, അംബേദ്കർ की പ്രാരംഭിക ശിക്ഷ महाराष्ट्र के कोंकण क्षेत्र के दापोली में हुई थी. അല്ലെ, മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ ദാപ്പോളി എന്നുള്ള സ്ഥലത്തായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ ദാപ്പോളി എന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത്. अम्बेडकर की प्रारंभिक शिक्षा कहाँ हुई? आंसर, अम्बेडकर की प्रारंभिक शिक्षा महाराष्ट्र के कोंकण क्षेत्र के दापोली में हुई. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ ദാപ്പോളി എന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിച്ചത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അംബേദ്കർ BA പരീക്ഷ में कब ഉത്തർഹുയി അല്ലെ, അദ്ദേഹം നമ്മൾ പറഞ്ഞു BA പരീക്ഷ പാസ്സായി അല്ലെ, അദ്ദേഹം BA പരീക്ഷ നല്ല മാർക്കോട് കൂടി പാസ്സായി എന്ന് പറഞ്ഞു. അത് 7 വർഷം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആൻസർ നോക്കൂ, അംബേദ്കർ സൺ എന്നാണ് 1912 में BA की परीक्षा में उत्तीर्ण हुए. അദ്ദേഹം 1912 എന്ത് ചെയ്തു? അദ്ദേഹം BA പരീക്ഷ പാസ്സായി. 1912 BA പരീക്ഷ അദ്ദേഹം എന്ത് ചെയ്തു? പാസ്സായി. അംബേദ്കർ സൺ എന്നാണ് 1912 में BA की परीक्षा में उत्तीर्ण हुए. 1912 അദ്ദേഹം BA പരീക്ഷ പാസ്സായി. അപ്പോൾ 4 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കേ, അംബേദ്കർ की मृत्यु कब हुई? അദ്ദേഹം മരണമടഞ്ഞത് എന്ന് അല്ലെങ്കിൽ ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, അംബേദ്കർ की मृत्यु और दिसंबर सन എന്നാണ് 1956 में हुई. 1956 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മരിച്ചത് അല്ലെ. നമുക്ക് അവിടെ പറഞ്ഞു ചാക്ക് എന്നാണല്ലേ. 6 ഡിസംബർ എന്നാണ് 1956 അല്ലെ. അവിടെ 6 എന്നുള്ളത് എന്നാണ് നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത് കേട്ടോ. 6 എന്നാണ് നോക്കിയേ. അംബേദ്കർ की मृत्यु दिसंबर सन എന്നാണ് 1956 में हुई. ഡിസംബർ 6 ഏത് വർഷം? 1956 ഡിസംബർ 6 അദ്ദേഹം മരണമടഞ്ഞത്.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അംബേദ്കർ की मृत्यु कब हुई എന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്താണ് അംബേദ്കർ की मृत्यु दिसंबर 1956 में हुई 1956 ഡിസംബർ 6 അദ്ദേഹം മരണമടഞ്ഞത് 5 ക്വസ്റ്റ്യൻ ആയിരുന്നു 5 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അടുത്തത് ഇനി പറയുന്നത് ഖാലി ജഗഹ് ഭരിയേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻസർ നോക്കിക്കോ ഓരോന്നിന്റെ ക്വസ്റ്റ്യൻ പറയുന്നിട്ട് ആൻസർ ഇവിടെ കാണിക്കുക അല്ലെങ്കിൽ അവിടെ ഫിൽ ചെയ്യാനുള്ളത് ഫിൽ ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ അംബേദ്കർ का पूरा नाम ഡാഷ് था അതായത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പൂർണ്ണ രൂപം ഫുൾ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണ് ആൻസർ ഭീമറാവു റാംജി അംബേദ്കർ ആൻസർ ഭീമറാവു റാംജി അംബേദ്കർ അംബേദ്കർ का पूरा नाम ഭീമറാവു റാംജി അംബേദ്കർ था ഭീമറാവു റാംജി അംബേദ്കർ എന്നതാണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് അല്ലെങ്കിൽ പൂർണ്ണ രൂപം അല്ലെങ്കിൽ ഫുൾ നെയിം എന്ന് പറയുന്നത് सेकंड क्वेश्चन भारत के डैश की रचना में उनका योगदान बड़ा महत्वपूर्ण रहा അല്ലേ അതായത് അദ്ദേഹം എന്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അറിയുന്നത് അല്ലേ അപ്പോൾ എന്താണ് അവിടെ ഭാരതത്തെ സംവിധാൻ അതായത് ഭരണഘടന നിർമ്മാതാവ് അല്ലെ ഭരണഘടനയുടെ നിർമ്മാതാവ് എന്ന പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അപ്പോൾ ആൻസർ സംവിധാൻ ഭാരതത്തെ സംവിധാൻ അല്ലെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഭരണഘടനയുടെ നിർമ്മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ डॉक्टर अंबेडकर ने 1956 में दाश धर्म स्वीकार किया അദ്ദേഹം 1956 എന്ത് മതം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അദ്ദേഹം മഹർ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് സ്കൂളിൽ ഒരു ബെഞ്ചിൽ നിന്ന് ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹം 1956 എന്ത് മതം സ്വീകരിച്ചെന്ന് പറഞ്ഞു ബുദ്ധ മതം സ്വീകരിച്ചെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അവിടെ ആൻസർ ബുദ്ധ ദാണ്ട് അവിടെ കാണിക്കുന്നുണ്ട് ബുദ്ധ മതം സ്വീകരിച്ചു then fourth question അംബേദ്കർ के पिता का नाम dash है നമ്മൾ ഇപ്പോൾ പഠിച്ചു അച്ഛന്റെ പേര് എന്താണ് രാംജി മാലോജി സക്പാൽ ടി रामजी मालोजी सखपाल दी नेक्स्ट अंबेडकर के माता का नाम अम्मയുടെ പേര് ഭീമാ ഭായി ഭീമാ ഭായി ഭീമാ ഭായി അപ്പം അവിടെ 5 ഫില്ലപ്പ് ആണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ अंबेडकर का पूरा नाम भीमाराव रामजी अंबेडकर था सेकंड भारत के संविधान की रचना में उनका योगदान बड़ा महत्वपूर्ण रहा फोर्थ क्वेश्चन डॉक्टर अंबेडकर ने 1956 में बुद्ध धर्म स्वीकार किया देन फोर्थ अंबेडकर के पिता का नाम रामजी मालोजी सखपाल थे फिफ्थ क्वेश्चन अंबेडकर की माता का नाम भीमा भाई था അടുത്തത് പറയുന്നത് ഉൾട്ടേ അർത്ഥ വാലെ ശബ്ദ ലിഖിയേ റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ജന്മ ജന്മ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ചർ ജന്മം എന്ന് പറഞ്ഞാൽ ജനിക്കുക അല്ലേ അപ്പോൾ ജനിക്കുക എന്നുള്ളതിന്റെ വിപരീത പദം മരണം അപ്പം മരണം മരണം സെക്കൻഡ് അച്ഛ അച്ഛ എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് അല്ലെ നല്ലത് എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് വിപരീത പദം കൊള്ളാത്തത് അല്ലെങ്കിൽ മോശമായിട്ടുള്ളത് അല്ലേ അപ്പോൾ അച്ഛ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ബൂര ബൂര അതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സിൽ ഉൾട്ടേ വാലെ അർത്ഥ ശബ്ദത്തിനകത്ത് ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ജന്മം അതുപോലെ അച്ഛ അല്ലേ അപ്പൊ അച്ഛ എന്ന് പറഞ്ഞാൽ ബൂര തേർഡ് ക്വസ്റ്റ്യൻ സ്വീകാർ സ്വീകാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളത് വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ നല്ല മനസ്സോട് കൂടി അത് എന്ത് ചെയ്യുക വാങ്ങുക വാങ്ങുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അത് വേണ്ടെന്ന് പറയുക അല്ലെങ്കിൽ നിരസിക്കുക അല്ലെ അപ്പൊ ഓപ്പോസിറ്റ് എന്താണ് അസ്വീകാർ അതായത് നിരസിക്കുക വേണ്ട എന്ന് തന്നെ പറയുക സ്വീകാർ എന്നുള്ളതിന്റെ ഉൾട്ടേ അർത്ഥവാല ശബ്ദമാണ് അസ്വീകാർ അതായത് വേണ്ട അല്ലെങ്കിൽ നിരസിക്കുക നാലാമത്തത് ഒത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് കടന്നു പോവുക അല്ലെങ്കിൽ ആ വഴി കടന്നു പോയി എന്നൊക്കെ പറയുന്നില്ല അപ്പൊ കടന്നു പോയി എന്നുള്ളത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അനുത്ത്
പോകാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാത്ത കാര്യം അല്ലെങ്കിൽ പരാജയം എന്നൊക്കെയുള്ള ഒരു മീനിങ്. അനുത്ത്. അഞ്ചാമത്തേത് പ്രാരംഭം. പ്രാരംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങുക, പ്രാരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്നുള്ളത് അല്ലേ. അപ്പൊ അതിന്റെ വിപരീത പദം എന്താണ്? അവസാനിക്കുക അല്ലെങ്കിൽ എന്താണ്? തീർന്നു പോവുക എന്നൊക്കെയുള്ളത്. അപ്പൊ പ്രാരംഭം എന്നുള്ളതിന്റെ ഉൾക്കാർത്ഥമായ ശബ്ദമാണ് അന്ത്. അന്തെന്ന് പറഞ്ഞാൽ അവസാനിക്കുക, തീർന്നു പോവുക. ആറാമത്തെ ക്വസ്റ്റ്യൻ ഗാവ് അല്ലെ, ഗ്രാമം. അതിന്റെ ഓപ്പോസിറ്റ് ഷഹർ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പട്ടണം. അടുത്തത് വാക്യമേം പ്രയോഗ കീജിയെ. അവിടെ ഹിന്ദി ഒരു വേർഡ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് വാക്യങ്ങൾ പ്രയോഗിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വഭാഭിമാനി അല്ലെ, അതായത് അംബേദ്കർ ഭയങ്കര ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അല്ലെ, അതാണ് സ്വഭാഭിമാനി എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അത് വെച്ചൊരു വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കിയേ. അംബേദ്കർ സ്വഭാഭിമാനി വ്യക്തി. അംബേദ്കർ എന്ന് പറയുന്നത് ഒരുപാട് സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഭിമാനമുള്ള, സ്വഭാഭിമാനി സ്വന്തമായിട്ട് തന്നോട് തന്നെ ഒരു അഭിമാനമുള്ള, സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ആൻസർ അംബേദ്കർ സ്വഭാഭിമാനി വ്യക്തി. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സെക്കൻഡ് നിർത്തത, അതായത് എന്താണ്? നിഷ്കരണം അല്ലെങ്കിൽ നമ്മൾ നിഷ്കരണം തള്ളിക്കളയുക, നമ്മൾ കണ്ണുടച്ച് നമുക്ക് വേണ്ട എന്ന് തന്നെ പറയുക എന്നുള്ളൊരു അർത്ഥം. ആൻസർ രാമനെ അപ്നെ കുത്തേ കോ നിർത്തത സേ പീഡ. അതായത് രാമൻ തന്റെ നായയെ നിഷ്കരണം എന്ത് ചെയ്തു? അടിച്ചു അല്ലെ. രാമൻ തന്റെ കയ്യിലുള്ള തന്നെ നായ്ക്കുട്ടി എന്ത് ചെയ്തു? ഒരു ദയമില്ലാതെ എന്ത് ചെയ്തു? ഒരുപാട് രീതിയിൽ ഒരുപാട് തവണ അടിച്ചു അല്ലെ. നമ്മൾ ദയയില്ലാതെ ചെയ്യുന്നു അല്ലെ. നോക്കി നമ്മൾ പറയുമോ ഇതിന് കാണിച്ചവരില്ലാത്ത പ്രവൃത്തിയാവും അല്ലെ. ഒട്ടും ദയ ഒന്നും തോന്നിക്കാത്ത രീതിയിലുള്ള കാര്യം ചെയ്യുക എന്നുള്ള മീനിങ്. നിർത്തത എന്ന് പറഞ്ഞാൽ രാമനെ അപ്നെ കുത്തേക്കോ നിർത്തത് സേ പീഡ. ഒരു ദയയും ഇല്ലാതെ ഒരു കാരുണ്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിഷ്കരണം അതിന് എന്ത് ചെയ്തു? അടിച്ചു. മൂന്നാമത്തേത് പ്രയത്നം. പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സ്വന്തമായിട്ട് പ്രയത്നിക്കുക അല്ലെ. അതായത് ഹാർഡ് വർക്കിംഗ് അല്ലെ, സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രയത്നിച്ച് ചെയ്യുക. ആൻസർ ഹമേ ഹമേഷ പ്രയത്ന കർണ ചാഹിയേ. നമ്മൾ എപ്പോഴും എന്താണ്? എന്ത് കാര്യത്തിനും നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യണം, നല്ല രീതിയിൽ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം, നല്ല രീതിയിൽ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും അതിന്റെ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് രീതിയിൽ ഹാർഡ് വർക്കിംഗ്, ഒരുപാട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള അർത്ഥം. പ്രയത്നം എന്ന് പറഞ്ഞാൽ ഹമേ ഹമേഷ പ്രയത്ന കർണ ചാഹിയേ. അടുത്തത് നാലാമത്തത് സംവിധാൻ അല്ലെ. സംവിധാൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ഭരണഘടന എന്നുള്ളൊരു മീനിങ്. അപ്പോ ആൻസർ ഭാരത് കെ സംവിധാൻ കി രചന മേ അംബേദ്കർ കാ യോഗ്ദാൻ ഥാ അല്ലെ. അതായത് ഭരണഘടനയുടെ നിർമ്മാണത്തിന്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. ഭാരത് കെ സംവിധാൻ കി രചന മേ അംബേദ്കർ കാ യോഗ്ദാൻ ഥാ. അദ്ദേഹത്തിന്റെ സംഭാവന, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരുപാട് സംഭാവന നൽകിയ വ്യക്തിയാണ്, അതായത് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. എഴുതിയെടുത്തല്ലോ എല്ലാവരും. അടുത്തത് ലിങ്ക് ബദലിയെ, ചേഞ്ച് ദ ജെൻഡർ. അടുത്തത് ഭായി. ഭായി എന്ന് പറഞ്ഞാൽ അറിയാലോ? ഭായി എന്ന് പറഞ്ഞാൽ അതിന്റെ നൗൺ ഫോം, ജെൻഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹൻ. ഭായി എന്ന് പറഞ്ഞാൽ ചേട്ടൻ, ബഹൻ ചേച്ചി എന്നൊക്കെയുള്ള ഒരു മീനിങ്. ഭായി ബഹൻ. രണ്ടാമത്തത് ബച്ച. ബച്ച എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. ബച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടി. ബച്ച ആൺകുട്ടി, ബച്ചി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. പിന്നെ മൂന്നാമത്തത് ബേട്ട, മകൻ. ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ അല്ലെ. ബേട്ട മകൻ, ബേട്ടി മകൾ. പിന്നെ മാതാ അമ്മ. അപ്പൊ അതിന്റെ ജെൻഡർ ഫോം എന്തായിരിക്കും നമുക്കറിയാം? പിത അല്ലെ, അച്ഛനും അമ്മയും അല്ലെ. ഭായി എന്ന് പറഞ്ഞാൽ ചേട്ടൻ, അപ്പൊ ബഹൻ ചേച്ചി എന്നിട്ടുള്ളൊരു മീനിങ്. ബച്ച എന്താണ്? ആൺകുട്ടി, ബച്ചി പെൺകുട്ടി. പിന്നെ ബേട്ട, ബേട്ട എന്ന് വെച്ചാൽ മകൻ, ബേട്ടി മകൾ. മാത അമ്മ, പിത അച്ഛൻ. അടുത്തത് വചൻ ബദലിയെ, ചേഞ്ച് ദ നൗൺ.
ജില്ല. ജില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? എന്താണ് ജില്ല? നമ്മൾ പറഞ്ഞില്ലേ രത്നഗിരി ജില്ലയിലെ അമ്പവാടി എന്നുള്ള നഗരം. അപ്പൊ ജില്ല, ജില്ല നഗരം അല്ലെ? ജില്ലോ. അപ്പൊ അതിന്റെ ആൻസർ ജില്ലോ, നഗരങ്ങൾ. ജില്ല, ജില്ലോ, നഗരങ്ങൾ. നഗരം, നഗരങ്ങൾ. അടുത്തത് ദളിത്. ദളിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദളിത് ഒരു മഹർ ജാതിയിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് അല്ലെ? അപ്പം ദളിത് എന്ന് പറഞ്ഞാൽ ജാതി എന്നുള്ള മീനിങ് അല്ലെ? അപ്പം അതിന്റെ എന്താണ് നൗൺ ഫോം എന്താണ്? ദളിതോ, അതായത് ജാതികൾ അല്ലെ? ജാതി, ജാതികൾ, ഒന്നിലധികം ജാതികൾ. അടുത്തത് ഗ്രന്ഥ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബുക്ക്, പുസ്തകങ്ങൾ. അപ്പോൾ ബുക്സ് അല്ലെ? പുസ്തകങ്ങൾ. അപ്പൊ ഗ്രന്ഥോ. അടുത്തത് പീഡിത് അല്ലെ? പീഡിത്, അതിന്റെ മീനിങ് പീഡിതോ. ജില്ല, ജില്ലോ. ദളിത്, ദളിതോ. ഗ്രന്ഥ്, ഗ്രന്ഥോ. പീഡിത്, പീഡിതോ. Okay. Then next fill in the blanks with yes or no. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ഒന്ന് ചെയ്യുക. സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ ബാക്കിൽ അതിന്റെ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് കണ്ട് എഴുതി കോപ്പി എഴുതി വെക്കരുത്. സ്വന്തമായിട്ട് പെൻസിൽ കൊണ്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ. അപ്പം ഇപ്രാവശ്യം ടീച്ചർ ആദ്യത്തെ എക്സാം കഴിഞ്ഞിട്ട് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിലെല്ലാം എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് പഠിക്കുക കേട്ടോ. ഓക്കെ, അതായത് ടീച്ചർ പഠിപ്പിച്ചത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, അതിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സും മീനിങ്സും ഉൾട്ടെ അർത്ഥവാലെ ശബ്ദവും വാക്യം കരോ അതുപോലെ തന്നെ ജെൻഡർ ഫോം എല്ലാം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക. ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അതുപോലെ അസലി മോത്തി എന്നുള്ള പാഠം, അസലി മോത്തി എന്നുള്ള പോയം, അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഏത് ചാപ്റ്റർ ആണെന്ന് അല്ലേ? ചാപ്റ്റർ 5 അസലി മോത്തി എന്നുള്ള ഒരു പോയം. ആ പോയത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് 8 ലൈൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് 8 ലൈൻസ്, ആദ്യത്തെ 8 വരി ചോദിക്കും. അതുപോലെ ആ പോയം എഴുതിയ വ്യക്തിയുടെ പേര് പഠിക്കണം, അതും ചോദിക്കും. പോയം ആദ്യത്തെ 8 ലൈൻസ് പോയവും പഠിക്കണം. അതുപോലെ അത് എഴുതിയ ആ പോയറ്റർ അല്ലെ കവി ആരാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യം പരീക്ഷയ്ക്ക് പഠിക്കുക. ഇത്രയും പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. കോപ്പിറൈറ്റ് ബുക്കിനകത്തോട്ട് എഴുതി പഠിക്കുന്ന കാര്യം മറക്കണ്ട. അക്ഷരതെറ്റ് പരീക്ഷയ്ക്ക് വരുത്തുകയാണെങ്കിൽ ടീച്ചർ മാർക്ക് കുറയ്ക്കും. ഓക്കെ, then all the best. Deep in the shadows